പ്രിയമുള്ളവരെ നമസ്കാരം. കൃഷ്ണേന്ദു കലേഷ് രചനയും സംവിധാനവും നിർവഹിച്ച മലയാള ചിത്രം പ്രാപ്പട സൈന പ്ലേയിലാണ് ഇന്നലെ കണ്ടത്. ലോകപ്രശസ്തമായ റോട്ടർഡാം ചലച്ചിത്രമേളയിൽ 2022 പ്രീമിയർ ചെയ്യപ്പെട്ട പ്രാപ്പട സംസ്ഥാന സർക്കാർ സംരംഭമായ സി സ്പേസ് എന്ന OTT പ്ലാറ്റ്ഫോമിലാണ് നേരത്തെ എത്തിയിരുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ യുദ്ധ വിരുദ്ധ ചിത്രം എന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് കാണാനും ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇതുപോലൊരു ചതി ഞങ്ങളോട് കാണിച്ചത്? എന്തൊരു സിനിമയാണിത്? എന്താണ് ഈ സിനിമയിലുള്ളത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ കാര്യം വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു സംഭവം മനസ്സിലായില്ല. വെറുതെ എന്തൊക്കെയോ ഇരുട്ടും ബഹളങ്ങളും. ഒരു സിനിമയുടേതായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ ഈ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഏകദേശം അതിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞ പോലെയാണത്. ഒരു നല്ല തിരക്കഥയില്ല. അതിന് സംഭാഷണമൊക്കെ എന്തോ പോലെ. എന്താണ് ഇതിൽ സയൻസ് ഫിക്ഷൻ എന്നൊന്നും മനസ്സിലായില്ല. ഇതിനൊക്കെ കാശ് മുടക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. അല്ല, ഇത് ആരെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സംഭവമൊക്കെ ചെയ്യുന്നത്? ഇത്തിരി കാശൊക്കെ മുടക്കണതിനോട് നിങ്ങൾക്കൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര പൈസ വരില്ല. ഇതിൻ്റെ 10 പൈസ വരില്ല. യൂട്യൂബ് ഒരു ചാനൽ ഉണ്ടാക്കി അതിനകത്ത് അപ്ലോഡ് ചെയ്ത് അത്യാവശ്യം ആളുകൾ കാണുകയും ചെയ്യും. താല്പര്യമില്ലെങ്കിൽ ഇട്ടിട്ട് പോവാം. ഇത്രയും പൈസ മുടക്കി ഇതുപോലൊരു സാധനമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു പകുതി ആയപ്പോഴത്തേക്കും നിർത്തി. പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് ഫുള്ളായിട്ട് കണ്ടത്. ഭയങ്കര മോശം. ആളുകളൊക്കെ ഇതെന്തോ ഭയങ്കര ബുദ്ധിജീവി പടം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് അവാർഡിനൊക്കെ ചെന്നിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്നവൻ കരുതും അപ്പുറത്ത് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റിയിലുള്ളവർ ഇങ്ങനെ കരുതും ഞാൻ മോശമെന്ന് പറഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എനിക്കിത് മനസ്സിലായില്ല എന്ന് കരുതും എന്ന് കരുതിയിട്ട് പരസ്പരം ആർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. അവന്മാർ പരസ്പരം മാർക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വക പടങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു കാര്യം. എന്തൊക്കെയോ, അതായത് എന്തോ കഞ്ചാവ് അടിച്ചിട്ടിരുന്നിട്ട് എഴുതിയേക്കണതോ കഥ, അതുപോലത്തെ ഒരു അനുഭവം. സമ്മതിക്കണം.